കരിമ്പുഴക്കാർ ഇങ്ങനെയാണ് കേട്ടോ. ക്ഷേത്രത്തിലെ സപ്താഹത്തിനെത്തുന്നവർക്ക് ഭക്ഷണം നൽകി മഹല്ല് കമ്മിറ്റി. കരിമ്പുഴ ആറ്റാശ്ശേരി ചോലകുറിശി വിഷ്ണു ശിവക്ഷേത്രത്തിലെ നാരായണീയ സപ്താഹത്തോടനുബന്ധിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ എത്തുന്നവർക്ക് രണ്ടാമത്തെ ദിവസം ഉച്ചഭക്ഷണത്തിന്റെ ചെലവ് വഹിച്ചത് കുന്നക്കാട് ജുമാ മസ്ജിദ് കമ്മിറ്റിയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന്. സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന 100 കണക്കിന് ആളുകളാണ് അന്നദാനത്തിൽ പങ്കെടുത്തത്. ഇതൊരു നാടിന്റെ നന്മയുടെ ചിത്രമാണ്. സന്തോഷവും സൗഹാർദ്ദവും നിറയുന്ന ഇത്തരം ഒത്തുകൂടലുകൾ നാടിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് കുന്നക്കാട് മഹല്ല് ഖത്തീബ് സൈദലവി ഫൈസി പറഞ്ഞു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടുള്ളത്. പരസ്പരം ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷവും സൗഹാർദ്ദമൊക്കെ ഊട്ടിയുറപ്പിക്കാൻ ഇങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് കാരണമാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ നിലനിൽക്കുന്ന ഈ ഐക്യവും സൗഹാർദ്ദവും അതൊക്കെ തുടർന്ന് നിലനിൽക്കണം. ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി കുന്നക്കാട് മഹല്ലെ ചെറുപ്പക്കാരായ അതുപോലെ മറ്റ് വിശ്വാസികളായ ആളുകൾ മുന്നോട്ട് വന്നതിൽ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്യുന്ന ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ നാടിന് ഇതൊരു പുതുമയുള്ള കാര്യമല്ലെന്ന് വാർഡ് മെമ്പർ ഷാഹുൽ ഹമീദ് പറഞ്ഞു. ചോലകുറിശി വിഷ്ണു ക്ഷേത്രത്തിൽ 26-ാം തീയതി മുതൽ ആഗസ്റ്റ് 2-ാം തീയതി വരെ സപ്താഹ യജ്ഞം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ സപ്താഹത്തിൻ്റെ ഉച്ചഭക്ഷണം ഇവിടെ നൽകുന്നത് കുന്നക്കാട് ഹയാത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ വകയായിട്ടാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ഈ ചോലകുറിശി പ്രദേശത്ത് ഉള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഐക്യവും വളരെ ഐക്യത്തോടെയും സൗഹാർദ്ദത്തോടെയുമാണ് ഇവിടുത്തെ ജനസമൂഹം ജീവിച്ചു പോരുന്നത്. ഇത് ആദ്യത്തെ ഒരു കാര്യമല്ല. ഇവിടെ നബിദിന ഘോഷയാത്രയ്ക്ക് വർഷങ്ങളായി സ്വീകരണം കൊടുത്തു വരുന്ന ക്ഷേത്ര കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സൂഫി വര്യനായ വീരാൻ ഔലിയ എന്ന് പറയുന്ന അവരുടെ പേരിൽ കഴിഞ്ഞ 60 വർഷമായി ഒരു സഹോദരൻ്റെ വീട്ടിൽ ഇവിടെ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷാവർഷം. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൽ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ഇതിനെ ഒരു മതസൗഹാർദ്ദമായിട്ടല്ല മാനവ സൗഹാർദ്ദം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞങ്ങൾക്കൊക്കെ താല്പര്യമുള്ള കാര്യമാണ്. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുമയുടെ കാഴ്ചകൾ പതിവാണ്. നബിദിന ഘോഷയാത്രയ്ക്ക് വർഷങ്ങളായി ക്ഷേത്രം കമ്മിറ്റി സ്വീകരണം നൽകാറുണ്ട്. മുൻകാലങ്ങളിലെ ഞങ്ങളുടെ മുത്തച്ഛന്മാരും വല്യപ്പമാരും ചേർത്തുണ്ടാക്കിയ ഈ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം കൂട്ടായ്മകൾ ഒരുക്കുന്നതെന്നും ഇത് എല്ലാ കാലത്തും നിലനിർത്തുമെന്നും മഹല്ല് പ്രസിഡന്റ് കെ മുജീബ് പറഞ്ഞു. കുന്നക്കാട് മഹല്ല് നിവാസികളും ക്ഷേത്ര കമ്മിറ്റിയും ഒരുമിച്ച് കൂടിയ ഈ സന്ദർഭത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള സപ്താഹത്തിന് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഒത്തുചേരൽ ഞങ്ങൾ നടത്തുകയും ഞങ്ങൾക്ക് നിരന്തരമായി നബിദിന റാലിയിൽ വളരെ വിപുലമായ സ്വീകരണം ഇവിടുന്ന് കിട്ടുന്നതാണ്. അതിന് ഉപാധിയൊന്നല്ല, പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു സൗഹാർദ്ദം. ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള അച്ഛന്മാരും ഇവിടെ വല്യപ്പന്മാരൊക്കെ പാടുപെട്ട് കെട്ടിപ്പടുത്ത വിലപ്പെട്ട ഐക്യം, ആ ഐക്യം ഒട്ടും കുറയാതെ തന്നെ ഞങ്ങളിവിടെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള തെളിവും കൂടിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. കർക്കിടക മാസത്തിലെ വാവു ദിവസം സൂഫി വര്യനായ അമ്പംകുന്ന് വീരാൻ ഔലിയയുടെ പേരിൽ 60 വർഷത്തോളമായി അന്നദാനം നടത്തുന്ന ഈ നാട്ടിലെ ഹിന്ദു കുടുംബത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. നബിദിന റാലിക്ക് ക്ഷേത്ര കമ്മിറ്റി നൽകുന്ന സ്വീകരണം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും എന്തു വില കൊടുത്തും ഈ സാമുദായിക ഐക്യം സംരക്ഷിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി വിശ്വനാഥൻ പറഞ്ഞു. മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്തുക്കളായ സമുദായം എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങൾ കണക്കാക്കുന്ന നിങ്ങൾക്ക് ഈ സ്വാഗതം, എന്താ പറയുന്നത് ചേട്ടാ, നന്ദി സ്വാഗതം എല്ലാം കൂടി ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് സന്മനസ്സുണ്ടായാൽ നിങ്ങൾ ആരുടെ പേര് നന്ദി പറഞ്ഞു എനിക്കറിഞ്ഞില്ല. ഞാൻ നന്ദിയൊന്നും പറയുന്നില്ല. കാരണം എന്താ ചേട്ടോ, നിങ്ങൾക്ക് ഇത്രയും സ്നേഹപൂർവ്വം മുജീബാണ് എൻ്റെ അടുത്ത് ആദ്യം എന്ന് പറഞ്ഞു മുമ്പും പറഞ്ഞതിനെ ഒരു ഇത് കാണിച്ച നിങ്ങളുടെ സന്മനസ്സിന് ഞാൻ എൻ്റെ നിറഞ്ഞ മനസ്സോടുകൂടി എൻ്റെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞ് പതഞ്ഞൊഴുകുന്ന സന്തോഷത്തോടെ ആവേശത്തോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടുകൂടി ഞാൻ എല്ലാവർക്കും സഹർഷം സാദരം സവിനയം നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സന്മനസ് നമ്മൾ ഒരു കുടുംബാംഗങ്ങളാണ് ആലോചിച്ചോണം. ഒരു അവർക്ക് വേറെ കാര്യം ഒരു കുടുംബത്തിൽ പറഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിൽ മുതൽക്കേ നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവിയിൽ കുന്നക്കാട് മഹല്ല് കമ്മിറ്റി വളർന്നു വലുതായിട്ട് ഏറ്റവും വലിയ പ്രശസ്തിയിലെത്തട്ടെ. ഇതിനൊക്കെ ഞങ്ങൾക്ക് പറ്റാവുന്ന ചെറിയൊരു ഉപഹാരം സമർപ്പിക്കാറുണ്ട്. അത് എന്നും ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അത് നിങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് സഹകരിക്കുന്നതായിരിക്കും. ഇനിയും നമുക്ക് ഈ കൂട്ടായ്മ
എന്ത് പ്രശ്നം വെച്ചാലും നമ്മൾ കൂട്ടായിട്ട് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി സുമേഷ്, സി പി വേണുഗോപാൽ നായർ, സി നന്ദകുമാർ, കൃഷ്ണദാസ്, രാജേഷ് സി, ട്രഷറർ സി വി വിജയൻ, പി കുഞ്ചുതരകൻ, മഹല്ല് സെക്രട്ടറി എ പി സിദ്ദിഖ്, എ പി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി.